എസ്.ഡി.പി.യുടെ നിയമസഭാ സ്ഥാനാർത്ഥിയെ CPM ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധം. ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്നും പ്രവർത്തകർ ഇറങ്ങിപ്പോയി. പത്തനംതിട്ട നോർത്ത് ലോക്കൽ കമ്മിറ്റി കീഴിലെ ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്നാണ് പോഷക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ഇറങ്ങിപ്പോയത്. പത്തനംതിട്ടയിലെ CPM-നുള്ളിൽ കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്ന വിഭാഗീയത, തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം, ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. സിജു ഉമേഷ് ശരിയാണ് വിവരങ്ങളുമായി. ഉമേഷ്, ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്നാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രവർത്തകരടക്കം ഇറങ്ങിപ്പോയത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. കഴിഞ്ഞ കുറെ നാളുകളായി പത്തനംതിട്ടയിലെ CPM-നുള്ളിൽ SDPI ബന്ധം വലിയ തർക്കത്തിലേക്കും തലവേദനയിലേക്കും വിഭാഗീയതയിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട നഗരസഭയുടെ ഭരണമൊപ്പം കോട്ടാങ്ങൽ പഞ്ചായത്തിലെ CPM-ന്റെ ഭരണം ഉൾപ്പെടെ SDPI-യുടെ പിന്തുണയോടുകൂടിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരത്തെ മുൻ CPM പ്രവർത്തകനാണ് ഇയാൾ CPM വിട്ട് SDPI-യിൽ പോയിരുന്നു. SDPI-യുടെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ 2013 സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും ചെയ്തു. പിന്നീട് SDPI-യുമായി തെറ്റിപ്പിരിഞ്ഞ് വീണ്ടും CPM-ന്റെ പാളയത്തിൽ ചെക്കേറിയ ആളെയാണ് വീണ്ടും ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ബ്രാഞ്ച് സമ്മേളനത്തിലെത്തിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളാണ് ഇദ്ദേഹത്തെ നേരിട്ട് നിശ്ചയിക്കുകയായിരുന്നു എന്നതാണ് പ്രധാനമായും പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. ജില്ലാ സെക്രട്ടറി നേരിട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്, പ്രവർത്തകരുടെ വികാരം മാനിക്കുന്നില്ല എന്നാണ് പ്രധാനമായും ബ്രാഞ്ചിലെ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള ബ്രാഞ്ചിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പോഷക സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രതിഷേധവുമായി ഇറങ്ങിപ്പോയത്. എന്നാൽ ഇയാൾ നേരത്തെ മുതൽ തന്നെ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്, പാർട്ടി അംഗത്വം ഉണ്ടായിരുന്ന ആളാണ്. ഇടയ്ക്ക് ചില തെറ്റിദ്ധാരണയെ തുടർന്ന് പാർട്ടി വിട്ടതാണ്. പിന്നീട് മടങ്ങിയെത്തിയപ്പോൾ പാർട്ടി സ്വീകരിച്ച ആളാണ്. അതുകൊണ്ട് പാർട്ടിയുടെ സന്തത സഹചാരിയാണെന്നാണ് നേതൃത്വം വിശദമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ നഗരസഭയിലെ ഭരണം ഉൾപ്പെടെ SDPI-യുമായി പങ്കെടുത്തത്, ഒപ്പം കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇത്തരം ചില കൂട്ടുകെട്ടുള്ളതൊക്കെ പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നതിന് പിന്നാലെയാണ് SDPI-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളെ CPM ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. അക്കാര്യത്തിൽ എന്തായാലും ജില്ലാ നേതൃത്വത്തിനെതിരെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ വിമർശനമാണ് KP ഉയരുന്നത്. ഉമേഷ്, ഇവിടെ ഈ SDPI-യുടെ നിയമസഭാ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം, SDPI-യുടെ നേതാവാണ്. സ്വാഭാവികമായും അത്തരത്തിൽ SDPI മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിയമസഭാ സ്ഥാനാർത്ഥിയാവുക. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയ ഒരു അധപ്പതനത്തിലേക്ക് CPM എത്തി എന്നുള്ള വിമർശനം തന്നെയല്ലേ ശക്തമാകുന്നില്ല. പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അതേവരെയുള്ള പ്രവർത്തന കാലയളവ് സ്വാഭാവികമായും ഇതുവരെ പാർട്ടിയുടെ ഒരു ശൈലി അനുസരിച്ച് കണക്കാക്കാറുണ്ട്. പക്ഷേ അതൊന്നും മാനിക്കാതെ SDPI-യുടെ ഒരു സ്ഥാനാർത്ഥിയായ വ്യക്തിയെ ഇത്തരത്തിലൊരു ബ്രാഞ്ച് സെക്രട്ടറി ഒരു ഔദ്യോഗിക പദവിയിലേക്ക് ഇരുത്തുമ്പോൾ വലിയ പ്രതിഷേധം തന്നെ സ്വാഭാവികമായും ആ പ്രദേശത്തുള്ളവരുടെ ഭാഗത്തിനായാലും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തിനായാലും ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധ സ്വരത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയം ഇടവരുത്തുക, അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് തീവ്ര നിലപാടുകളുള്ള മതന്യൂനപക്ഷ സംഘടനകളെ ഒപ്പം നിർത്താൻ പലപ്പോഴും CPM സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ ശ്രമിക്കാറുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അത്തരം പ്രവർത്തനങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോയി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പത്തനംതിട്ട നഗരസഭയിൽ SDPI-യുടെ പിന്തുണയോടെ ഭരണം നിലനിർത്തുക, ഒപ്പം കോട്ടാങ്ങൽ പോലെയുള്ള കോട്ടാങ്ങൽ പഞ്ചായത്തെ സംബന്ധിച്ച് അഭിമന്യു വധക്കേസിലെ SDPI പ്രവർത്തകരുണ്ടായിരുന്ന പ്രതിയായ SDPI പ്രവർത്തകരുള്ള ഒരു മേഖല കൂടിയാണ് കോട്ടാങ്ങൽ. അവിടെ പോലും CPM SDPI-യുടെ പിന്തുണയോടെ ഭരണം നിലനിർത്തും. അങ്ങനെ ജില്ലയിലുടനീളം അത്തരത്തിൽ ചില ആവശ്യത്തെ കൂട്ടുകെട്ടുകൾ SDPI-യുമായി CPM പുലർത്തുമ്പോഴാണ് ഇത്തരം ചില തീരുമാനങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയത്. ഈ കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോഴാണ്. എന്നാൽ CPM നേതൃത്വം നൽകുന്ന ഒരു വിശദീകരണം എന്നത് ഇയാൾ SDPI-യിലേക്ക് പോകുന്നതിന് മുമ്പ് CPM പ്രവർത്തകനായിരുന്നു, CPM-ന്റെ ഭാരവാഹിയായിരുന്നു, CPM-ന്റെ പാർട്ടി അംഗമായിരുന്നു. അതിനുശേഷമാണ് SDPI-യിലേക്ക് പോയത്. അതിനുശേഷം തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്ന് വീണ്ടും പാർട്ടി പാളയത്തിൽ എത്തി. അങ്ങനെയാണ് ഇപ്പോൾ ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് CPM ഔദ്യോഗികമായി നൽകുന്ന ഒരു വിശദീകരണം. എന്നാൽ ഇക്കാര്യം പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ജില്ലാ സെക്രട്ടറിക്കെതിരെ പോലും രൂക്ഷ വിമർശനമുണ്ട്. പല കാര്യങ്ങളിലും ജില്ലാ സെക്രട്ടറി നേരിട്ട് ഇടപെടുന്നുണ്ട്. പ്രാദേശികമായി ബ്രാഞ്ച് സെക്രട്ടറിയും അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയും ഒക്കെ തീരുമാനമെടുക്കേണ്ട പല കാര്യങ്ങളിലും ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ നേരിട്ട് ഇടപെടുന്നത് ഇത്തരം വിമർശനങ്ങൾ. വിവരങ്ങൾ നൽകിയത്.